ഈ കാലഘട്ടത്തിന്റെ ഗതി ചക്രങ്ങൾ വല്ലാതെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാശ്രയം നഷ്ടപ്പെടാതെ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവവിതലിനെ നിശ്ചയമായും ദൈവം കൈവിടുകയില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. നമ്മേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ അവസരത്തെ നന്ദിയോടെ ഓർത്ത് ഒരു തിരുവചന വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ തിരിക്കുന്നു. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പ്രിയരെ, ഇവിടെ 2 കാര്യമാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. ഒന്ന് ചെയ്യണം എന്നും മറ്റൊന്ന് ചെയ്യണ്ട എന്നും. എന്താണ് ചെയ്യേണ്ടത്? ആശ്രയിക്കുക. മറ്റൊന്ന് സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഒന്ന് ചെയ്യണമെന്ന് പറയുന്നു, മറ്റൊന്ന് ചെയ്യണ്ട എന്ന് പറയുന്നു. ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളാണ് തിരുവചനത്തിൽ പോസിറ്റീവായിട്ടുള്ളത്. ബൈബിളിലെ മിഡിൽ വേർഡ് എന്നറിയപ്പെടുന്ന വാക്യം ഇങ്ങനെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുക. ഒരുപാട് വേദഭാഗങ്ങൾ സവിസ്തരം ഈ വേദഭാഗത്തോട് തുലനം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ആശ്രയം എന്നത് വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് പൂർണ്ണമായി നിർവഹിക്കും. ദൈവത്തിന്റെ ഉറപ്പാണ്. എന്നാൽ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ താൽക്കാലികമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവാശ്രയം കാണേണ്ടത്. ഇവിടെ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ, ഭാഗികമായിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അപ്പൊ മറ്റൊരു കാര്യം പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എന്താണ് വിവേകം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ? ചില നാളുകൾക്ക് മുമ്പ് പത്രദ്വാര ഞാൻ ഒരു വാർത്ത ശ്രദ്ധിച്ചു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു. ഒരു ജഡ്ജിമെന്റിനോടുള്ള ബന്ധത്തിലായിരുന്നു ആ വാർത്ത വന്നത്. ഒരു മനുഷ്യൻ ഒരു തന്റെ ജീവിതത്തിൽ ഒരു പാപത്തിന്റെ ശക്തി പ്രവേശിച്ചപ്പോ, ആ മനുഷ്യൻ ഒരു പാപപ്രവൃത്തി ചെയ്തപ്പോ ഈ ലോകത്തിന്റെ കോടതി ആ മനുഷ്യനെ വിധിച്ചത് ഇങ്ങനെയാണ്: മൃഗമെന്നാണ്, മനുഷ്യമൃഗം എന്നാണ്. പ്രിയരെ, വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ മൃഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് ആ തിരുവചനം ഇങ്ങനെ ഓർപ്പിക്കുന്നത്: മനുഷ്യൻ വിവേകഹീനനായാൽ മൃഗത്തിന് തുല്യം. എത്രയോ കാര്യമാണ് അതിനകത്ത് വ്യക്തമായി പറയുന്നത്. സ്വന്തം വിവേകം. ഈ ലോകം ഇപ്പോൾ സെൽഫ് മൈൻഡിലാണ്. സെൽഫി എടുക്കുക, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുക, സ്വന്തം കാര്യങ്ങളെ പ്രദർശിപ്പിക്കുക. പക്ഷേ ദൈവാശ്രയം അത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിന്റെ ഗതി ചക്രങ്ങൾ വല്ലാതെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാശ്രയം നഷ്ടപ്പെടാതെ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവവിതലിനെ നിശ്ചയമായും ദൈവം കൈവിടുകയില്ല. അതുകൊണ്ട് ഈ വാക്യം വായിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവാശ്രയം നമ്മുടെ കൈമുതലായി തീരട്ടെ. ഒരിക്കലും പരാജയപ്പെടത്തില്ല. ദൈവാശ്രയത്തെക്കുറിച്ച് പറയുന്നത് അതൊരു ഭാഗ്യാവസ്ഥയാണ്. ഒരു ഭാഗ്യാവസ്ഥയാണ് ദൈവാശ്രയം ഒരു ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ സ്വന്തം വിവേകം ഒരു പരാജയത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഏതാണ് നാം തിരഞ്ഞെടുക്കുന്നത്? ഒരു ഭാഗ്യാവസ്ഥയോ അതോ ഒരു പരാജയമോ? സ്വന്തം വിവേകം ഒരു പരാജയമാണ് ഈ ലോകത്തിന് നൽകിയെങ്കിൽ, മറ്റുള്ളവർക്ക് നൽകിയെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവർക്കൊരു വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് എന്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുന്നു: ദൈവാശ്രയത്തോടെ നമുക്ക് മുന്നേറാം. സ്വന്തം വിവേകത്തെ, സെൽഫിനെ കീഴടക്കിക്കൊണ്ട് ദൈവാശ്രയം മാത്രം നമ്മുടെ കൈമുതലായി തീർന്നാൽ ഒരിക്കലും പരാജയപ്പെടത്തില്ല. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രചോദനമായി തീരട്ടെ. ദൈവാശ്രയം നമുക്ക് കൈമുതലായി വെക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം: പിതാവേ, എൻ്റെ ജീവിതത്തിൽ ദൈവാശ്രയത്തെ ഒന്നുകൂടെ, എൻ്റെ ജീവിതത്തിൽ സ്വന്തം വിവേകത്തെ ഞാൻ മാറ്റിവെച്ച് ദൈവാശ്രയ ബോധമുള്ളവനായി ജീവിക്കുവാൻ, അതൊരു ഭാഗ്യാവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ കർത്താവ് എന്നെ ഇടയാകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും. പൂർണ്ണ ഹൃദയത്തോട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് ഈ ആശ്രയം നമ്മെ കൊണ്ടുപോകും.
നമ്മുടെ വഴിത്തിരിവിന് മുഖാന്തരമായി തീരും, ഒരു ബ്രേക്ക് ത്രൂ കാരണമായി തീരും. അതുകൊണ്ട് ആമേൻ, സ്വന്തം വിവേകം നമ്മുടെ പരാജയമാണ്. സ്വന്തം വിവേകം ദൈവാശ്രയമല്ല, സ്വന്തം വിവേകം പരാജയമാണ്. വിവേകഹീനനായി നമ്മൾ മാറ്റപ്പെടും. അതുകൊണ്ട് ദൈവാശ്രയമെന്ന അത് നമ്മുടെ കൈമുതലായി പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.